ഈ പ്രദേശത്ത് ഈ സംഭവം നടന്ന സ്ഥലത്ത് സുരേഷ് ഗോപി MP സന്ദർശിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വലിയ തരത്തിൽ നമുക്ക് അദ്ദേഹം ഈ എങ്ങനെയാണ് ഫോറൻസിക് ടീം വന്നിട്ടുണ്ട്. അവർ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യട്ടെ. ഒന്നും പറയാറായിട്ടില്ല. ഏതൊക്കെ സംഘങ്ങളാണ് ഇപ്പം ഉള്ളത്? പോലീസിന് ഫോറൻസിക് ഉണ്ട്, ഡോഗ് സ്ക്വാഡ്, കൂടുതൽ ഡോഗ്സ് വരുന്നുണ്ട്. അകത്ത് ഇനിയും പൊട്ടാൻ സാധ്യതയുള്ളത് എത്രയുണ്ട്, അളവെടുക്കണം അല്ലേ. സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യട്ടെ. ഫോറൻസിക് ആണ്. അല്ല, അത് ഒന്നും നമുക്ക് പറയാറായിട്ടില്ല. ഇനി ഇതിനകത്ത് പൊട്ടാൻ സാധ്യതയുണ്ടോ? അത്തരം പരിശോധന എന്തെങ്കിലും അറിയത്തില്ല. പൊട്ടാതെ കിടക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സെക്യൂർ ചെയ്തിട്ടുണ്ട്. എന്നാലും സൂക്ഷിക്കണം. ഇല്ല, പിന്നെ സംസാരിച്ചിട്ടില്ല. ഇത് ഒരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമായി. പൂരത്തിൻ്റെ അല്ല, അത് ദേവസ്വം മന്ത്രി വരുന്നുണ്ടാവും. അദ്ദേഹം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. കോടതിയിൽ നിന്ന് പെർമിഷൻ എടുക്കണം. കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പെർമിഷന് വേണ്ടി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് ഉദ്യോഗസ്ഥരുമായി ഒക്കെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ഒക്കെ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഈ അപകടം നടന്ന സ്ഥലം അദ്ദേഹം സന്ദർശിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ തിരച്ചിലും തന്നെയാണ്. ഈ സ്ഥലത്ത് ഏതാണ്ട് ഒരു ചെറിയ തെങ്ങിൻ തോപ്പ് കൂടിയാണിത്. ഒരു തെങ്ങിൻ്റെ ഉയരത്തിലൊക്കെ ഇന്നലെ ഈ സ്ഫോടന സമയത്ത് തീ പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കത്തിയമർന്ന ഒരു പ്രദേശം. തൊട്ടടുത്തൊന്നും ആൾ പാർപ്പില്ല. ഏതാണ്ട് 250 മീറ്ററൊക്കെ മാറി ഈ പാടത്തിൻ്റെ കരഭാഗങ്ങളിൽ മാത്രമാണ് ജനവാസമുണ്ടായിരുന്നത്. അവരെല്ലാം ഇന്നലെ ഈ സ്ഫോടന ശബ്ദം കേട്ടാണ് ഇതറിയുന്നത്. പലയിടത്തും വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലം, ആൾനാശമുണ്ടായ സ്ഥലം, വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സ്വാഭാവികമായും വിശദമായ അന്വേഷണം ഇനി ഇത്തരത്തിലുള്ള ഒരു തൃശ്ശൂരിലെ MP സുരേഷ് ഗോപി ഈ പ്രദേശം സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ ഇവിടെ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കൂടിയാണ്. തീർച്ചയായും ജില്ലാ പോലീസ് മേധാവിയുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്, RDO അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. ഈ പ്രദേശത്ത് ഈ സംഭവം നടന്ന സ്ഥലത്ത് സുരേഷ് ഗോപി MP സന്ദർശിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വലിയ തരത്തിൽ നമുക്ക് അദ്ദേഹം ഈ ഉദ്യോഗസ്ഥരുമായി ഒക്കെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ഒക്കെ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഈ അപകടം നടന്ന സ്ഥലം അദ്ദേഹം സന്ദർശിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ തിരച്ചിലും തന്നെയാണ്. ഈ സ്ഥലത്ത് ഏതാണ്ട് ഒരു ചെറിയ തെങ്ങിൻ തോപ്പ് കൂടിയാണിത്. ഒരു തെങ്ങിൻ്റെ ഉയരത്തിലൊക്കെ ഇന്നലെ ഈ സ്ഫോടന സമയത്ത് തീ